ശ്രീ ടി മനോഹരൻ, ഇപ്പോൾ കേരള സർവകലാശാലയുടെ അക്വാട്ടിക് ബയോളജി വിഭാഗം നടത്തിയ ഒരു പഠനമുണ്ട്. അത് ചൂണ്ടിക്കാണിക്കുന്നത് വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ്. പവിഴപ്പുറ്റുകൾ നശിപ്പിക്കപ്പെടുന്ന സാഹചര്യം, പാരുകൾ നശിപ്പിക്കപ്പെടുന്ന സാഹചര്യം, അങ്ങനെ മത്സ്യപ്രജനനം തന്നെ വലിയ തോതിൽ വെല്ലുവിളി നേരിടും. അങ്ങനെ കടലിൻ്റെ സ്വാഭാവികമായ ആ നേച്ചർ മാറുകയാണ്. ആ പ്രജനനം വലിയ തോതിൽ ബാധിക്കുന്നതോടുകൂടി മത്സ്യസമ്പത്ത് വല്ലാതെ കുറയും. ഒപ്പം പവിഴപ്പുറ്റ് നശിക്കുക വഴി ജൈവവൈവിധ്യത്തിന് വലിയ തോതിലുള്ള വെല്ലുവിളി ഉണ്ടാകും. ഈ കൊല്ലം പാര് തന്നെ ജൈവവൈവിധ്യങ്ങളുടെ ഒരു ഹോട്ട്സ്പോട്ടായി അറിയപ്പെടുന്ന സ്ഥലമാണ്. 30-ലധികം ഈ മൃദു പവിഴപ്പുറ്റുകൾ അവിടെയാണുള്ളത്. അതിൽ തന്നെ നമ്മുടെ മൊത്തം മുഴുവൻ കടലിൻ്റെ കണക്കെടുത്താൽ പോലും അതിൻ്റെ ഒരു കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന കൊല്ലം പരപ്പ് ഭാഗത്താണ്. അപ്പോൾ ഇങ്ങനെ പല തലങ്ങളുള്ള ഒരു വിഷയത്തിൽ നമ്മുടെ ശ്രദ്ധ പതിയേണ്ട സമയത്ത് നമുക്കിപ്പോൾ GST കിട്ടുമോ റോയൽറ്റി കിട്ടുമോ എന്നുള്ളതിനപ്പുറത്ത് ഇതാണ് ഈ അക്വാട്ടിക് ബയോളജി വിഭാഗത്തിന്റെ പഠനം പോലെയാണ് കാര്യങ്ങളെങ്കിൽ അത് വരുന്ന തലമുറയെ സംബന്ധിച്ച് വിനാശകരമായിരിക്കുമല്ലോ. അപ്പൊ ആ നിലയ്ക്കുള്ളൊരു ചിന്ത നമ്മുടെ പോളിസി മേക്കേഴ്സിന് ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളതാണ്. എൻ്റെ സുഹൃത്ത് ചാൾസ് ജോർജ് പറഞ്ഞ പലതിനോട് ഞാൻ യോജിക്കുകയാണ്. കക്ഷിരാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലേക്ക് ഒരു സംവാദത്തിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു സന്ദർഭമോ മുദ്രാവാക്യമല്ല ഇത്. ഞാനതും ബോധ്യപ്പെടുന്നു. CPM സംബന്ധിച്ച് അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CATU സംബന്ധിച്ച് യോജിച്ച പ്രക്ഷോഭത്തിന് ആവശ്യമായ തരത്തിലേക്കുള്ള നിലപാടാണുള്ളത്. ഞങ്ങൾ യോജിച്ച് കേരള ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യോജിച്ച പ്രക്ഷോഭ സമരം നടത്തുന്നതിന് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് തീരദേശ ഹർത്താൽ എല്ലാവരും കൂടി ചേർന്നുള്ള സമ്പൂർണ്ണ ഹർത്താലാക്കി തീരദേശത്തെ മാറ്റിയെടുത്തത്. കേരള ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള തീരുമാനത്തിൻ്റെ ഭാഗമാണ്. ഞങ്ങളതിൻ്റെ മുമ്പിലുണ്ട്. അപ്പോൾ അത്തരത്തിലേക്കുള്ള എല്ലാവരും യോജിച്ചുകൊണ്ട് ഈ പ്രക്ഷോഭ സമരം നേരിടുകയാണ്. നാളെ ഞങ്ങൾ ഒറ്റപ്പെട്ട സമരം നടത്തുന്നുണ്ട്. നാളെ രാജ്ഭവന് മുന്നിൽ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CATUവിൻ്റെ നേതൃത്വത്തിലുള്ള 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന രാപ്പകൽ സമരം നാളെ രാവിലെ 10 മണിക്ക് ആരംഭിക്കുകയാണ്. അപ്പോൾ കക്ഷികൾ ഒറ്റയ്ക്കായും അതോടൊപ്പം തന്നെ ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റിയിലും നിരവധിയായ സമരങ്ങൾ നടന്നിരിക്കുന്ന സന്ദർഭത്തിൽ ഐക്യത്തോടെയുള്ള കേരളത്തിൻ്റെ ഈ വിഷയത്തിൽ ഐക്യത്തോടെയുള്ള ഒരു സമീപനമാണ് ആവശ്യം. അതിനകത്ത് രാഷ്ട്രീയം ബുദ്ധിപൂർവ്വം കൊണ്ടുവന്ന് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ നിലപാടിനെ ചോദ്യം ചെയ്യാൻ കഴിയുന്നതല്ല. ലോകത്താകമാനം ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഒറ്റ നിലപാടേ ഉള്ളൂ. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെമ്പാടും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് പൊതുമേഖലയെ സംരക്ഷിക്കുന്ന നിലപാട് മാത്രമേ ഉള്ളൂ. ഇത്തരം കുത്തുകൾക്കെതിരായിട്ടുള്ള യുദ്ധസമാനമായ നിലപാട് സ്വീകരിക്കുന്ന ഇന്ത്യയിലെയും ലോകത്തെയും പ്രസ്ഥാനമല്ലേ ഇടതുപക്ഷം. അത് ആരോടെങ്കിലും പറയേണ്ട കാര്യമുണ്ടോ? ഇവിടെ മത്സ്യങ്ങളുടെ ആവാസ വ്യവസ്ഥ തകരുമെന്ന കാര്യത്തിൽ സംശയമില്ല. മത്സ്യപ്പുറ്റുകൾ തകരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ മത്സ്യങ്ങൾ ഈ കൊല്ലം തീരത്ത് കൊല്ലം മുതൽ വർക്കല മുതൽ അമ്പലപ്പുഴ പോലെയുള്ള കൊല്ലം ബാങ്കിൽ മത്സ്യസമ്പത്ത് കൂടുതൽ കിട്ടാൻ ഇടയാക്കുന്നത് അവിടെ നിലനിൽക്കുന്ന അഷ്ടമടിക്കായലുമായി ബന്ധപ്പെട്ടുകൊണ്ടും മറ്റ് കായലുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒഴുകിയെത്തുന്ന ജലത്തിലുള്ള മത്സ്യങ്ങൾക്ക് ഭക്ഷണത്തിന് ആവശ്യമായ തരത്തിലുള്ള സംവിധാനമുണ്ട്. കടലിനടിയിൽ സസ്യജാലങ്ങളുണ്ട്. അതെല്ലാം മത്സ്യങ്ങളുടെ ഭക്ഷണജാലങ്ങളാണ്. അപ്പോൾ അത്തരത്തിൽ മൊത്തത്തിൽ ഈ കൊല്ലം ബാങ്കിൽ ട്രെഡ്ജിങ് നടന്നാൽ മത്സ്യങ്ങളുടെ ആവാസ വ്യവസ്ഥ വരികയും മത്സ്യസമ്പത്ത് ഇവിടെ ഇല്ലാതാവുകയും ചെയ്യുന്ന ഭയാനകമായ ദുസ്ഥിതി കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളെ പൂർണ്ണമായും ബാധിക്കും. അതോടൊപ്പം തന്നെ മത്സ്യ അനുബന്ധ തൊഴിലാളികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ബാധിക്കും. അതോടൊപ്പം തന്നെ കേരളം ഒരു തീരദേശ സംസ്ഥാനമാണ്, കടലോരമാണ്. 9 ജില്ലകൾ കടലോരത്ത് കിടക്കുന്നതാണ്. ആ തീരദേശ ജില്ലകളിലെ ചെറു പട്ടണങ്ങളുടെ സാമ്പത്തിക നിലയും ചെറുപട്ടണങ്ങളുടെ പ്രവർത്തനത്തെയും പോലും പ്രതികൂലമായി ബാധിക്കുന്ന നിലയിലേക്ക് കേരളത്തിലെ ഒരു വലിയ പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിലേക്കാണ് ഈ കടലിലെ ട്രെഡ്ജിങ് കൊണ്ടെത്തിക്കാൻ തോന്നുന്നത്. തീർച്ചയായിട്ടും ഈ അവസരത്തിൽ അതിശക്തമായ യോജിച്ചുള്ള പ്രക്ഷോഭം വഴി കേന്ദ്ര ഗവൺമെൻറ് ഈ തെറ്റായ മുതലാളിത്ത സമീപനത്തെ തിരുത്തി കേരളത്തെയും മത്സ്യത്തൊഴിലാളി സമൂഹത്തെയും കേരളത്തെ ജനങ്ങളെയും സംരക്ഷിക്കാൻ ആവശ്യമായ യോജിച്ച പോരാട്ടങ്ങൾക്കാണ് ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CATU നേതൃത്വം നൽകുന്നത്. അക്കാര്യത്തിലൊരു സംശയത്തിൻ്റെയും അടിസ്ഥാനമില്ല. അതാണ് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CATUവിന് ആത്യന്തികമായി പറയാനുള്ളത്. ശരി.